കലനിറയും കൊല്ലത്തിൽ കലയുടെ ആരവം ഉയരാൻ പോവുകയാണ്. അപ്പം നമ്മൾ അതിമനോഹരമായൊരു നൃത്തം ഗണേശസ്തുതി കണ്ടു. ഇനി നമ്മുടെ അതിഥിയുണ്ട് വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട്, വൈഷ്ണവി സായികുമാർ. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി. മാത്രമല്ല നമ്മുടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ഒപ്പം തന്നെ ബിഗ് സ്ക്രീനിലേക്കും കടക്കാൻ എന്ന ശുഭപ്രതീക്ഷയോടെ നിൽക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അനശ്വര നടൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ചെറുമകളാണ്. മലയാളം കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ സായികുമാറിൻ്റെ മകളാണ്. ഈ മേൽവിലാസങ്ങൾക്കൊപ്പം സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഈ കലാരംഗത്ത് നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന വൈഷ്ണവിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമുക്ക് വിളക്ക് കൊളുത്തി തുടങ്ങാം. വൈഷ്ണവി, ഇപ്പോൾ ഈ ഐശ്വര്യവും വെളിച്ചവും 8-ാം തീയതി വരെ ഇങ്ങനെ കലയുടെ ആരവങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നിൽക്കട്ടെ എന്ന് തന്നെ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, പക്ഷേ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നും അമ്മയുടെ കുടുംബത്തിൽ നിന്നുള്ള കലാകാരന്മാരുടെ പേര് പറഞ്ഞാൽ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന സമയം മതിയാവില്ല അല്ലേ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നീട്ടി പറയാഞ്ഞത്. അപ്പോൾ അമ്മ പ്രസന്ന അഭിനേത്രിയായിരുന്നു, നല്ലൊരു ഗായികയാണ്. അപ്പോൾ ഇന്ന് അമ്മയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമ്മയും കൂടി വിളിക്കാമെന്ന് തോന്നുന്നു. എന്ത് തോന്നുന്നു വൈഷ്ണ, ഇവിടെ വന്ന് ഈ ഒരു ഇത് വന്നപ്പോൾ? നമ്മുടെ നാട്ടിലെ കലോത്സവമാണ്, പിന്നെ നൊസ്റ്റാൾജിയ വരുന്നുണ്ട്. എന്ത് തോന്നുന്നു ഇപ്പോൾ? ഞാൻ പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ മാത്രമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇൻഡിവിജ്വൽ ഐറ്റംസ് ഒന്നുമല്ല, ഗ്രൂപ്പ് ഡാൻസ്, അതായത് ഗ്രൂപ്പ് ഡാൻസ് അവതരിപ്പിച്ചിട്ടുണ്ട്, ഒപ്പന കളിക്കാൻ വന്നിട്ടുണ്ട്, ബാൻഡിൻ്റെ മത്സരത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ മെമ്മറീസ് ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷെ കൊല്ലത്ത് സ്റ്റേജ് ചെയ്യാനായിട്ട് ഇതുവരെ ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ആ ഒരു ഭാഗ്യം കിട്ടിയതെന്ന് പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നു. സ്കൂൾ ഡേയ്സ്, ഫ്രണ്ട്സ്, ആ പ്രാക്ടീസ് ദിവസങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഇനോഗ്രേഷന്, അതും ഞങ്ങളൊക്കെ യുവജനോത്സവമായിരുന്നു, കലോത്സവത്തിൻ്റെ ഇനോഗ്രേഷന് ജനം ചാനൽ ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. അപ്പോൾ എന്നോട് ഈ ഒപ്പനയുടെ കാര്യം പറഞ്ഞു. ഇത്രയും പ്രോഗ്രാംസ് പങ്കെടുക്കുമെങ്കിലും കൈകൊട്ടി തുടങ്ങിയത് ഏത് ക്ലാസ്സിൽ തൊട്ടാണ്, ഏത് ക്ലാസ്സിലാണ്? സ്ഥിരം ഒപ്പന ഒപ്പന ടീമായിരുന്നു ഞങ്ങൾ. ഞാൻ 2nd സ്റ്റാൻഡേർഡ് മുതൽ യൂത്ത് ഫെസ്റ്റിവലിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. 2nd മുതൽ 4th വരെ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. 5th സ്റ്റാൻഡേർഡ് മുതൽ കൈകൊട്ടി തുടങ്ങിയതാണ്. അത് കോളേജ് ഫൈനൽ ഇയർ വരെ കൈകൊട്ടൽ തന്നെയായിരുന്നു. ഒരുപാട് സന്തോഷം. ആ ഒരു ഞങ്ങളുടെ ടീമിനെ തന്നെയായിരുന്നു എല്ലാ ഇയറും വിളിക്കുക എന്നുള്ളതാണ്. ആ ടീമിനെ മാറ്റി ചിന്തിച്ചിട്ടില്ല സ്കൂളിൽ നിന്ന് മാറി പോകുമ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത് പുതിയൊരാൾ. അതൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ വിഷമവും തോന്നുന്നുണ്ട്, എന്നാലും അധികം സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ നല്ലൊരു ഗായികയാണ്. അപ്പോൾ അമ്മയുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്കൊന്ന് കലാരംഗത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അമ്മയുടെ ഭാഗത്തു നിന്നാണ് കിട്ടുന്നത്. അതെ അതെ, ഞങ്ങൾ സ്റ്റുഡൻസ് ഓരോ സ്ഥലത്ത് പ്രോഗ്രാമിന് പോകുമ്പോൾ അതിനകത്ത് പാരൻസ് കൂടെ എല്ലാവർക്കും വരാൻ പറ്റില്ല. അപ്പോൾ അക്കമ്പനി ചെയ്തിരുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അലീനയുടെ അമ്മയും എൻ്റെ അമ്മയും ആയിരുന്നു. എല്ലാവർക്കും ഉള്ള ഫുഡും കാര്യം വെളുപ്പിനെ എഴുന്നേറ്റ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണല്ലോ. അപ്പോൾ എൻ്റെ അമ്മയായിരുന്നു, എൻ്റെ അമ്മയും എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയായിരുന്നു എല്ലാവർക്കും ഉള്ള ഫുഡും വെള്ളവും ഒക്കെ ആയിട്ട് വരുന്നതും ഒക്കെ ഭയങ്കര ഓർമ്മകൾ ഇപ്പോൾ അയവിറക്കുമ്പോൾ അങ്ങനെ തന്നെ പറയണം. ഇപ്പോൾ അമ്മയോടാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി കലാരംഗത്ത് വൈഷ്ണവി നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് തോന്നുന്നു? കാരണം കലാപാരമ്പര്യമുള്ള കുടുംബം, സ്വന്തം കുടുംബം അതെ, വിവാഹം കഴിച്ചുകൊണ്ട് എന്ന കുടുംബവും അതെ. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര പ്രിയങ്കരിയാണ്. നമ്മുടെ റിപ്പോർട്ടേഴ്സ് തന്നെ പറയുന്നുണ്ടായിരുന്നു സീരിയൽ കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് പുറത്തുനിന്ന്. അപ്പോൾ എന്ത് തോന്നുന്നു ഇപ്പോൾ ആ ഒരു സന്തോഷം എങ്ങനെ പങ്കുവയ്ക്കുന്നു?
ഒത്തിരി സന്തോഷമുണ്ട്. ഈ കലാരംഗത്ത് അവൾക്കും അതിനൊരു അവസരങ്ങൾ വരികയും അതിൽ പങ്കെടുക്കാൻ പറ്റിയതും ഈ രംഗത്ത് തന്നെ നിൽക്കുന്നതും ഒക്കെ എനിക്ക് വലിയ സന്തോഷമായി. ഇപ്പോൾ വരുന്ന പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? എനിക്കൊന്ന് പ്രേക്ഷകർക്ക് അറിയാൻ നല്ല ആഗ്രഹം ഉണ്ടാവും, അതുകൊണ്ട് ചോദിച്ചു. കറൻ്റ്ലി ഞാൻ കുടുംബവിളക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ പ്രോജക്ട്സ് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ന്യൂ ഇയർ ആയിട്ട് നല്ല പ്രോജക്ട്സ് വരട്ടെ എന്ന് ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു പാട്ട് അമ്മായി പാടുവോ വൈഷ്ണു പാടുവോ എന്ന് വെച്ചാൽ ഇവിടുന്ന് ആവശ്യം വരുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റുഡിയോയിൽ വന്ന് കയറുന്ന അതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യാതെ വിടില്ല, അതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സത്യത്തിൽ പ്രിപ്പയർഡ് അല്ല ഞാൻ. ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു ഹാലസിനേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ബാൻഡിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നില്ലേ, അതൊക്കെ ഞാൻ ട്രംപറ്റായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ആ മത്സരത്തിനൊക്കെ അത് പങ്കെടുക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അതായത് നമ്മൾ ട്രംപറ്റ് വായിക്കുമ്പം ഫേസ് ഇങ്ങനെ ബൾജ് ചെയ്ത് വരാൻ പാടില്ല, ഗ്ലൗസ് പ്രോപ്പറായിട്ട് കയ്യിലുണ്ടാവണം, ഷൂ പോളിഷ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ ബാൻഡ് കഴിയുമ്പോൾ ഷൂവിൻ്റെ അവസ്ഥയൊക്കെ ദയനീയമാണെങ്കിൽ പോലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ പെട്ടെന്ന് പാട്ടെന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലേക്ക് ഓടി വരുന്നില്ല. വെറുതെ നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്ത് നശിപ്പിക്കണ്ട, അങ്ങനെ സന്തോഷമായിട്ട് തന്നെ പോട്ടെ എന്ന് വിചാരിക്കുക. ഒരു നാടകത്തിൻ്റെ ഇതിലായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പം മിനി സ്ക്രീനിൽ നിന്ന് ചെറിയൊരു ഇടവേള എടുത്ത്, അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാം. അത് വിഷമത്തോടു കൂടി വൈഷ്ണവ് നമ്മുടെ ഗസ്റ്റ് ആണെന്ന് പറയുമ്പോഴേ എല്ലാവരും ഇന്ന സീരിയൽ ഇന്ന സിനിമയിലേക്ക് വരാം. എല്ലാവർക്കും ഞാൻ അതാണ് പറഞ്ഞത്, സുപരിചിതയാണ്, പ്രോജക്റ്റുകളെല്ലാം അറിയാം. എങ്കിലും എനിക്ക് തോന്നുന്നു വൈഷ്ണവി തന്നെ പറയുമ്പോൾ അതിനൊരു മനസ്സിലായി. ഇപ്പോൾ നാടകം എന്ന് പറയുന്നത്, പക്ഷേ അതൊരു വേദനയോട് കൂടി ഇപ്പോൾ ഓർക്കാൻ സാധിക്കുന്നുള്ളൂ. പ്രശാന്ത് നാരായണൻ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയി. അത് പറയുമ്പോൾ വല്ലാത്തൊരു വേദനയുണ്ട് മനസ്സിൽ. എങ്കിൽ പോലും സന്തോഷത്തോട് തന്നെ ഓർക്കുന്നു. കാര്യം സാറിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സാറിൻ്റെ ഡിറക്ഷനിൽ മഹാസാഗരം എന്ന് പറയുന്ന ഒരു MT സാറിൻ്റെ കുറച്ച് കൃതികളുടെ ബേസിസിൽ ഒരു 3 യൂണിറ്റിൽ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. കുട്ടിയെടുത്തി, ഉണ്ണിയാർച്ച, പാഞ്ചാലി, അങ്ങനെ 3 കഥാപാത്രങ്ങൾ അറിയപ്പെടുന്ന കുറച്ച് ആൾക്കാരോടൊപ്പം എനിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു. അതിന് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സാറ് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം കൂടി എൻ്റെ കലാ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടാണ് സാറ് പോയത്. കാര്യം ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പ് ജൂലൈ മാസം മുതൽ നമ്മൾ തുടങ്ങിയതാണ്. അത് ഈ വർഷം ലേ മെറിഡിയനിൽ വെച്ച് ഡിസംബർ 22, അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ 22-ന് ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റി. അതാണ് നാടകത്തിനോടുള്ള എനിക്കുള്ള ഇപ്പോഴത്തെ ഒരു പങ്ക് എന്ന് പറയുന്നത്. പക്ഷേ അമ്മയും അച്ഛനും അപ്പൂപ്പനും അച്ഛൻ്റെ പെങ്ങള് ശോഭയപ്പയും എല്ലാവരും ഇതിനകത്ത് കണക്റ്റഡ് ആണ്. അപ്പോൾ അത് പറയുമ്പോൾ നമുക്കൊരു സ്വകാര്യ അഹങ്കാരം കൂടിയുണ്ട്. ഒരു വേദി ക്രിസ്തുരാജ് HSലെ വേദിയാണ്, കൊട്ടാരക്കര ശ്രീധരൻ നായർ സ്മൃതിയാണ്. അപ്പം വേദി 7ആണ്. അതെ, അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും പറയും കലാകാരന്മാരും കലാകാരികളും കുടുംബാംഗങ്ങളെ പോലെയാണ്. പക്ഷെ എനിക്ക് അക്ഷരാർത്ഥത്തിൽ കുടുംബാംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും കലനിറയും കൊല്ലത്തിൽ വന്നതിനും നമ്മുടെ പവലിയൻ ഉദ്ഘാടനം ചെയ്തതിനും വളരെ ഫോർമലായിട്ട് പറയട്ടെ, ഇൻഫോർമലായിട്ട് ഞാൻ പുറത്തിറങ്ങി പറഞ്ഞോളാം. വളരെയധികം നന്ദി അമ്മായിക്ക്. ഓക്കെ, താങ്ക് യു.